ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ സലൂൺ. ആപ്പിളിൻ്റെ ലേറ്റസ്റ്റ് റിലീസുകളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് M1 പ്രോസസ്സറുകൾ ഉപയോഗിച്ചുള്ള M1 Pro, M1 Max ലാപ്ടോപ്പുകളാണ്. ഡെസ്ക്ടോപ്പ് മെഷീനുകളെ വെല്ലുന്ന പെർഫോമൻസുമായിട്ടാണ് ആപ്പിൾ ഈ ലാപ്ടോപ്പ് സീരീസ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ 16 ഇഞ്ച് മോഡലായ M1 Maxൻ്റെ അൺബോക്സിംഗ് ആണ് ഈ വീഡിയോയിൽ. ആദ്യം തന്നെ ഈ പാക്കേജിൽ എന്തൊക്കെയുണ്ട് എന്ന് നോക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പ്രിൻ്റഡ് ഇൻവോയ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ലാപ്ടോപ്പ് M1 സീരീസിലെ മാക്സ്ഡ് ഔട്ട് വേർഷനാണ്. 4,10,000 രൂപയാണ് ഇതിൻ്റെ വില. 10 കോർ പ്രോസസ്സറും 32 കോർ GPUവും 64 GB റാമുമാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഡീഫോൾട്ട് കോൺഫിഗറേഷനിൽ 1 TB ഹാർഡ് ഡിസ്കും 32 GB റാമുമാണുള്ളത്. ഇത് 2 TBയും 64 GBയുമായി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് അപ്ഗ്രഡേഷൻ ഉള്ളതുകൊണ്ടാണ് ഇതിന് ഇത്രയും കോസ്റ്റ് വന്നിരിക്കുന്നത്. സേഫ്റ്റിക്ക് വേണ്ടി വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു കേസിങ്ങിലാണ് ഈ ലാപ്ടോപ്പ് വന്നിരിക്കുന്നത്. പഴയ വേർഷൻ ലാപ്ടോപ്പുകളെ അപേക്ഷിച്ച് ആപ്പിളിൻ്റെ ലോഗോ കുറച്ചുകൂടി എംബോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലാപ്ടോപ്പിൻ്റെ തിക്നെസ്സും വെയ്റ്റും കൂടുതലാണ്. ഇടയ്ക്ക് റിമൂവ് ചെയ്തിരുന്ന മാക്സേഫ് ചാർജിങ് ആപ്പിൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എൻഡ് USB-Cയും അടുത്തത് മാക്സേഫുമാണ്. ഇതിൻ്റെ കൂടെ പൊതുവെ ആരും ശ്രദ്ധിക്കാറില്ലാത്ത ഡോക്യുമെൻറ്റേഷൻ ഷീറ്റും അതുപോലെ തന്നെ ചാർജിംഗ് ബ്രിക്കും ഉണ്ട്. 146 വാട്ട്സ് ആണ് ഈ ചാർജിംഗ് ബ്രിക്കിൻ്റെ പവർ ഡെലിവറി. ലാപ്ടോപ്പിൻ്റെ ബാക്കിലായിട്ട് MacBook Pro എന്ന് സ്റ്റൈലൈസ്ഡായി എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് വേർഷനുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി റൗണ്ടഡ് ആയിട്ടാണ് ഇതിൻ്റെ എഡ്ജസ് വരുന്നത്. ഈ ലാപ്ടോപ്പിൻ്റെ ഒരു സൈഡിൽ ഒരു HDMI 2.0 പോർട്ടുണ്ട്. ഇതിനോടൊപ്പം ഒരു Thunderbolt 4 പോർട്ടുമുണ്ട്. നേരത്തെ ആപ്പിൾ റിമൂവ് ചെയ്ത SD കാർഡ് സ്ലോട്ടും ഈ വേർഷനിൽ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത സൈഡിൽ ഒരു മാക്സേഫ് പോർട്ടും 2 Thunderbolt 4 പോർട്ടും ഒരു ഹെഡ്ഫോൺ ജാക്കും ഉണ്ട്. കൂടുതൽ എയർ സർക്കുലേഷന് വേണ്ടി 2 സൈഡിലും ബാക്കിലും എയർ വെൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം കാണുന്നത് ഒരു വെൽക്കം സ്ക്രീനാണ്. 1600 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉള്ള ലിക്വിഡ് റെറ്റിന XDR ഡിസ്പ്ലേ ആണ് ഇതിനുള്ളത്. ഇനി ഇതിൻ്റെ ക്വിക്ക് സെറ്റപ്പാണ്. വളരെ ഇംപ്രസീവായിട്ടുള്ള ഒരു ടച്ച് മെത്തേഡാണ് ഇതിൻ്റെ കീബോർഡിനുള്ളത്. പഴയ ലാപ്ടോപ്പുകളിൽ ഉണ്ടായിരുന്ന ടച്ച് ബാർ ഈ വേർഷൻ തൊട്ട് ആപ്പിൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ മെഷീൻ്റെ പെർഫോമൻസ് അറിയുന്നതിന് വേണ്ടി പ്രോ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തുള്ള റിയൽ ടൈം ടെസ്റ്റിംഗ് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സിനിമ സലൂൺ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളും താഴത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ.